2024 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ വലിയൊരു ബോംബുമായാണ് മാത്യു കുഴൽനാടൻ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അതിലെല്ലാം ഉള്ളത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഞ്ചനയുടെയും അതുപോലെ അഴിമതിയുടെയും തെളിവുകൾ പുറത്തു വരുമ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ ആരോപണമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കണ്ണുനീരിന് കാരണമായ ഒരു ഗൂഢാലോചനയുടെ വെളിപ്പെടുത്തലാണെന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത്. 2018 മഹാപ്രളയം പ്രകൃതി തന്ന ദുരന്തമായിരുന്നില്ല, മറിച്ച് ഭരണാധികാരികൾക്ക് അഴിമതിക്ക് വേണ്ടി ബോധപൂർവ്വം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ മനുഷ്യനിർമ്മിത ദുരന്തമായിരുന്നുവെന്ന് അടിവരയിടുന്ന ഒരു ശബ്ദരേഖയാണ് ഇപ്പോൾ കേരളത്തിന് മുന്നിൽ അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ അഴിമതിയുടെ ആഴമളക്കാൻ സാധിക്കാത്ത വിധം വലുതാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തും വെച്ച് അവർ ചൂതാട്ടം നടത്തിയെന്നും കുഴൽനാടൻ ആഞ്ഞടിക്കുമ്പോൾ രാഷ്ട്രീയ കേരളം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ വെളിപ്പെടുത്തൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ അന്ത്യകൂതാശയായി മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറഞ്ഞു വെക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൽ ജലസേചന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മാത്യു ടി തോമസിനെതിരെ നിലവിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി നടത്തിയ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പുറത്തു വന്ന ഓഡിയോയിലുള്ളത്. കെ കൃഷ്ണൻകുട്ടിയുടെ വിവാദ വെളിപ്പെടുത്തലടങ്ങിയ ആ ശബ്ദരേഖ കേൾപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ആ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. മലയാളികളെ ഒന്നടങ്കം നടക്കുന്നതാണ് ആ ഓഡിയോയിലുള്ളത്. തൻ്റെ മുന്നണിയിലെ ഒരു മുൻ മന്ത്രിക്കെതിരെ നിലവിലെ മന്ത്രി തന്നെ ഇത്രയും വ്യക്തമായ തെളിവുകളോടെ സംസാരിക്കുമ്പോൾ അത് തള്ളിക്കളയാൻ സർക്കാരിന് കഴിയില്ല. ഡാമുകൾ തുറന്നുവിട്ടതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും കരിമണൽ ലോബിയെ സഹായിക്കാൻ വേണ്ടിയാണ് വെള്ളം കെട്ടിനിർത്തി പ്രളയം സൃഷ്ടിച്ചതെന്നും കൃഷ്ണൻകുട്ടി സംഭാഷണത്തിൽ ആവർത്തിച്ച് പറയുന്നു. ഇത് വെറും വാക്കുകളല്ല, മറിച്ച് ഭരണത്തിലിരിക്കുന്ന ഒരു മന്ത്രിക്ക് ആ വകുപ്പിനെ കുറിച്ച് ലഭിച്ച കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സത്യങ്ങളാണെന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. നമുക്ക് ആദ്യം ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വരാം. ഇവന്റെ അഴിമതിയാണെങ്കിൽ ഇവനങ്ങനെ പുണ്യവാനൊന്നും ചെവേണ്ട. എന്താ വെച്ചാൽ ശ്രദ്ധിച്ച് കേട്ടോന്നാലേ മനസ്സിലാവുള്ളൂ. തോട്ടപ്പള്ളി സ്പിൽവേ എന്താ തുറക്കാതിരുന്നു? ഒരു മാസം മുമ്പ് തുറക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കാമെന്ന് ആവശ്യപ്പെട്ട് തുറക്കേണ്ടതാണ്. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽക്കെട്ട്, ആ മണൽക്കെട്ട് വെള്ളം കൊണ്ടുപോകും. ആ മണൽക്കെട്ടിന്റെ കരാറെടുത്തിരിക്കുന്നത് മയരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടേഴ്സാണ്. അവന് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് ഫീറ്റിന് 62 രൂപയ്ക്കാണ്. അത് അവൻ മറിച്ച് വിറ്റ് അപ്പൊ 2000 രൂപ കിട്ടും. അവൻ ഒന്നും ചെയ്യാതെ അത് എത്ര രൂപ കിട്ടും? ഒരു എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടി കിട്ടും. 5 കോടി വിൽക്കും, 300 കോടി കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിച്ചിരിക്കുന്ന ജോൺസിന്റെ പെങ്ങളും മാത്യുട്ടിയും കൂടി ഇന്ന് ആലോചിച്ചിട്ടാണ് അപ്ഡേറ്റ് ചെയ്തത്. അഴിമതി നടന്നു, അതിന്റെ പുണ്യവാനെ കിട്ടല്ലോ. ഒന്ന്. രണ്ടാമത്, ഇനി അങ്ങനെ പുണ്യവാനൊന്നും വേണ്ടാവേ. മണിയാറ് പറഞ്ഞ പ്രോജക്റ്റ് പമ്പയുടെ മുകളിൽ, അത് ഇറിഗേഷന്റെ പ്രോജക്റ്റാണ്. അതിന്റെ മുകളിൽ 2 എൽപിന്റെ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിലും കറണ്ട് എടുക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്, കാർബണാണ്. ഒന്ന്. വേറെ 2 സ്വകാര്യ തമിഴന്മാരുമാണ് എടുക്കുന്നത്. ഈ മണിയാറ് വെള്ളം നിറയ്ക്കുന്നതിന്റെ എപ്പോഴും എന്നുവെച്ചാൽ പെട്രോൾ പൈപ്പ് കൂടെ മുകളിൽ കൃത്യമായി ഒഴുകി വരുന്നത് ഇവിടെ ഒഴുകി വരുന്നത് എടുക്കുക. ഇപ്രാവശ്യം വെച്ചാൽ ഈ കരാറുകാരന് വേണ്ടി ആ വെള്ളത്തിനെ നിറച്ച പോർഷൻ അവിടെ നിറയ്ക്കാനേ പാടില്ല. അവിടെ ഷട്ടറിട്ട് നിറച്ചു. ഷട്ടറിട്ട് നിറച്ചപ്പോൾ ഗതികേട്ടിൽ എന്തായിരിക്കോ ഒരു മരം വന്ന് പുഴഞ്ഞ തൊഴിൽ ക്രോസ് ആയി കഴിഞ്ഞു. അത് ഭരിക്കാൻ പറ്റാനായി. അപ്പോ അവരെത്ര ലാഭം കിട്ടി? ഇതിന്റെ വെള്ളം തുറക്കണ്ടയോ ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ആരാണ്? ഇറിഗേഷന്റെ ചീഫ് എഞ്ചിനീയറാണ് ജോഷി കണ്ണി എം പി. ഇവർക്കൊക്കെ വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യം കൊടുക്കും. ആ വെള്ളം നിറച്ചു കൊടുത്ത് 8 കോടി രൂപയാണ് അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത് പുതുതായിട്ടാണ് പ്രൈവറ്റ് കമ്പനി. എന്നിട്ട് വെള്ളമായിട്ട് ഓവറായി വന്നപ്പോ അടിയിലെ സ്ലൂയിസ് തുറന്നതാണ്. ചെങ്ങന്നൂരും ഇവിടെ എല്ലാം ഡിസ്റ്റാൻഡ് ആണ്. ഇത് അടിയിലെ സ്ലൂയിസ് തുറന്നുകൊണ്ടാണ് ചെളിയേറി. എനിക്ക് സ്ലൂയിസ് തുറക്കാറില്ല. അങ്ങനെ തെറ്റിച്ചു ഇവര്. അത് കാർബണേറ്റിൽ നിന്ന് കാശാക്കി. മൂന്നാമത്തെ കേസ് പറമ്പിക്കുളം തുണക്കാണ് ശ്രമയാണ്. നമ്മളാണ് ഇറിഗേഷന്റെ ഇപ്രാവശ്യത്തെ ചെയർമാൻ. ഒരു കൊല്ലം നമ്മളും ഒരു കൊല്ലം അതിലുമാണ്. തമിഴ്നാട് കൊല്ലും നമ്മൾ ഇരിക്കുന്നത് നമ്മളാണ്. ജോഷിയാണ് ചെയർമാൻ. എല്ലാവർക്കും തുറക്കണം തുറക്കണ്ട തീരുമാനിക്കുന്നത് ജോഷിയാണ്. അപ്പൊ ആ വെള്ളം തമിഴ്
മാത്യു കുഴൽനാടന്റെ വാക്കുകൾ കടമെടുത്താൽ ഈ സർക്കാർ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. പ്രളയം വന്നപ്പോൾ പ്രകൃതിയെ പഴിചാരി അവർ രക്ഷപ്പെട്ടു. എന്നാൽ ആ പ്രളയത്തിലൂടെ അവർ കോടികൾ സമ്പാദിക്കുകയായിരുന്നു. പുറത്തു വന്ന ഓഡിയോയിലെ കൃഷ്ണൻകുട്ടിയുടെ വാക്കുകൾ ഇത് അടിവരയിടുന്നത് കൂടിയാണ്. ഈ പ്രളയമൊന്നും തനിയെ ഉണ്ടായതല്ല, അത് ഉണ്ടാക്കിയതാണ്. ഡാമുകൾ തുറന്നു വിട്ടതിലൊക്കെ വലിയ അഴിമതി നടന്നിട്ടുമുണ്ട്. മാത്യു ടി തോമസ് മന്ത്രിയായിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാവുകയും ചെയ്യും. വെള്ളം കൃത്യസമയത്ത് ഒഴുക്കിക്കളയാതെ കെട്ടി നിർത്തിയത് അഴിമതിക്ക് വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമല്ല. ഇതാണ് മാത്യു കുഴൽനാടൻ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വാദമുഖം എന്ന് പറയുന്നത്. ഡാം മാനേജ്മെന്റിലെ വീഴ്ചയല്ല, മറിച്ച് അത് കൃത്യമായ ഡാം മാനിപ്പുലേഷൻ ആയിരുന്നുവെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുക കൂടിയാണ്. പ്രളയത്തിലെ എല്ലാം നഷ്ടപ്പെട്ട സാധാരണക്കാരന്റെ നെഞ്ചിലേക്ക് ചവിട്ടിയാണ് അവർ അഴിമതിയുടെ സൗധങ്ങൾ പണിതത്. ഇത് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാകൂ എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞു വെക്കുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നത് കരിമണൽ ലോബിയെ സഹായിക്കാനാണെന്ന ആരോപണം കുഴൽനാടൻ നേരത്തെയും ഉന്നയിച്ചിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദമായി ഇതിനെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അഴിമതികളുടെ കണ്ണി ഇവിടെ പൂർണ്ണമാകുകയും ചെയ്യുന്നുണ്ട്. CMR എന്ന കരിമണൽ കമ്പനിക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രകൃതിയും ജനതയും തന്നെ ഒറ്റുകൊടുക്കേണ്ടതായിരുന്നു, അല്ലെ ഒറ്റുകൊടുക്കുകയായിരുന്നു എന്നാണ് ഈ സർക്കാർ ചെയ്തതാണ് ഇവിടെ മാത്യു കുഴൽനാടൻ പറഞ്ഞു വെക്കുന്നത്. കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുമുണ്ട്. ജലസേന വകുപ്പിൽ നടന്ന പല കാര്യങ്ങളും പുറത്തു വരാനുണ്ടെന്നും മാത്യു ടി തോമസിനെതിരെ തനിക്ക് കൃത്യമായ ബോധ്യമുണ്ടെന്നും അദ്ദേഹം പറയുന്നത് തൻ്റെ പാർട്ടിയിലെ ആഭ്യന്തര കലഹത്തിൻ്റെ മാത്രമല്ല, മറിച്ച് സത്യം മൂടിവെക്കാൻ കഴിയില്ല എന്നതിനുള്ള തെളിവ് കൂടിയാണ്. ഈ വെളിപ്പെടുത്തൽ സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുക മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ മാത്യു ടി തോമസിനെ തിരുവല്ലയിലെ പരാജയത്തിൻ്റെ വക്കിലെത്തിച്ചിരിക്കുക കൂടിയാണെന്ന് കൂടി ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രമാത്രം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇന്ന് രാവിലെ കേരളം കേട്ടിരിക്കുന്നത്. അഴിമതിയുടെയും കെടുകാര്യസ്ഥയുടെയും മൂടുപടങ്ങൾ ഓരോന്നായി പൊളിച്ചെടുക്കുന്ന മിന്നൽ മുരടിയായി മാത്യു കുഴൽനാടൻ മാറുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. സർക്കാരിന്റെ കണ്ണിൽ കരടായി മാറിയ കുഴൽനാടൻ ഉയർത്തുന്ന ഓരോ ചോദ്യവും കൃത്യമായ രേഖകളുടെയും വസ്തുക്കളുടെയും അടിസ്ഥാനത്തിൽ കൂടിയാണ്. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് മുൾമുന്നിൽ നിർത്തിയ അദ്ദേഹം പ്രളയം എന്ന വികാരപരമായ വിഷയത്തെ അഴിമതിയോട് ചേർത്ത് വെക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്യുന്നുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയിലെ കോഴയും കരുവന്നൂർ ബാങ്കിലെ പാവപ്പെട്ടന്റെ സമ്പാദ്യം കവർന്നതുമെല്ലാം ഇപ്പോൾ പ്രളയത്തിലെ ഈ കൊടുംചതിയും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ കേരളം ഭരിക്കുന്നത് അഴിമതിക്കാരുടെ ഒരു സംഘമാണെന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞു വെക്കുന്നത്. ശിവശങ്കറും സംഘവും നടത്തിയ ഇടപെടലുകൾ, മുഖ്യമന്ത്രിയുടെ പങ്ക് കുഴൽനാടൻ നിയമസഭയിൽ ചോദിച്ചപ്പോൾ ഉണ്ടായ ഭരണത്തിലെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ പരിഭ്രാന്തി നാം പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ശബ്ദരേഖ പുറത്തുവിടുമ്പോൾ അതേ പരിഭ്രാന്തി ഭരണപക്ഷത്തിന് ഉണ്ടാകുന്നുമുണ്ട്. മറ്റൊന്ന്, ജനതാദൾ എസ് എന്ന പാർട്ടിയിലെ ഗ്രൂപ്പ് പോര് ഈ ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കാൻ കാരണമായി എന്നതും ശ്രദ്ധേയമായ കാര്യം കൂടിയാണ്. മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും തമ്മിലുള്ള പോര് മന്ദസ്ഥാനത്തിന് വേണ്ടിയുള്ളത് മാത്രമായിരുന്നില്ല, മറിച്ച് അഴിമതിയുടെ വിഹിതം സംബന്ധിച്ച തർക്കങ്ങൾ കൂടിയായിരുന്നുവെന്നും ഈ ഓഡിയോ തെളിയിക്കുന്നത് കൂടിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറഞ്ഞു വെക്കുന്നത്. ഒരു മന്ത്രി മറ്റൊരാളെ പുണ്യാളനല്ല എന്ന് വിളിക്കുമ്പോൾ അത് ഭരണ സംവിധാനത്തിന്റെ തകർച്ചയെന്ന് കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ശബ്ദരേഖ ഡീഫേക്ക് ആണെന്നോ അല്ലെങ്കിൽ നിർബന്ധമാണെന്നോ പറഞ്ഞ് തടിതപ്പാനായിരിക്കും സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പോഴാ അത് തന്നെയാണ് ഈ പറഞ്ഞ ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ഇവർ ഇപ്പോഴാ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരതിൽ പറയുന്നത് ഇത് നിർബന്ധമാണ് എന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ പോലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഫോറൻസിക് പരിശോധനയിലൂടെ സത്യം തെളിയുമെന്ന് കുഴൽനാടൻ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യം പുറത്തു വരുന്നവരെ താൻ പോരാടുമെന്നും ജനങ്ങളെ വഞ്ചിച്ചവർ അഴിക്കുള്ളിലാകണമെന്നും വരെ ഈ കുഴൽനാടൻ എഫക്ട് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ പ്രളയത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും നഷ്ടപ്പെട്ടവരും ഈ ചതിയെക്കുറിച്ച് തിരിച്ചറിയുന്ന സാഹചര്യമാണ് ഇപ്പോഴാ ഉണ്ടായിരിക്കുന്നത്. അഴിമതിക്ക് വേണ്ടി മനഃപൂർവ്വം വെള്ളം കെട്ടി നിർത്തി ഒരു നാടിനെ മുഖ്യവരെ ജനങ്ങൾ വോട്ടിലൂടെ വിചാരണ ചെയ്യുമെന്നും കുഴൽനാടൻ പറയുന്നുണ്ട്. മാത്യു കുഴൽനാടൻ എന്ന MLA അല്ലെങ്കിൽ കഴിഞ്ഞ MLA ഇപ്പോൾ സ്ഥാനാർത്ഥി കൂടിയാണ്. അദ്ദേഹം പുറത്തുവിട്ട ഈ ശബ്ദം അല്ലെങ്കിൽ ശബ്ദരേഖ വലിയ തരത്തിലുള്ള ഞെട്ടലാണ് മലയാളികളിൽ ഒന്നടങ്കം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് മാത്യു കുഴൽനാടൻ ഉയർത്തിയ ഈ ഒരു ശബ്ദം എന്നൊരു വ്യക്തിയുടെ മാത്രമല്ല, മറിച്ച് വഞ്ചിക്കപ്പെട്ട ഒരു ജനതയുടെ രോഷം കൂടിയായിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. തോട്ടപ്പള്ളിയിലെ കരിമണൽ കൊള്ളയും അതുപോലെ ഡാം തുറന്നുവിട്ടതിലെ ഗൂഢാലോചനയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് എത്തുന്ന മാസപ്പടി പണവുമെല്ലാം ഒരേ അഴിമതി ശൃംഖലയുടെ ഭാഗമാണെന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞു വെക്കുന്നത്. ഈ റിപ്പോർട്ട് അവസാനിക്കുമ്പോഴും കേരളം ഉറ്റുനോക്കുന്നത് സത്യത്തിന്റെ വിജയത്തിന് കൂടിയാണ്. കുഴൽനാടൻ ഉയർത്തിയ ഈ പടവാൾ അഴിമതിക്കാരുടെ ശിരസറക്കുന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF ക്യാമ്പെല്ലാം ഉള്ളത്. ഓരോ വാക്കും ഓരോ വെടിയുണ്ടാക്കി മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ ആഞ്ഞടിച്ചത് ഇങ്ങനെയൊക്കെയാണ്. ഇതെന്റെ മാത്രം ആരോപണമല്ല, നിങ്ങളുടെ സർക്കാരിലെ ഒരു മന്ത്രിയുടെ തന്നെ മൊഴി കൂടിയാണ്. ഇതിലും വലിയ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? കേരളത്തെ മുക്കിയ ആ മഹാപ്രളയം ഒരു സർക്കാരിന്റെ അഴിമതിയുടെ സ്മാരകമായി മാറിക്കഴിഞ്ഞു. അഴിമതി മൂടിവെക്കാൻ ആര് ശ്രമിച്ചാലും സത്യം സൂര്യപ്രകാശം പോലെ പുറത്തു വരുമെന്ന് ഈ സംഭവം തെളിയിക്കുകയും ചെയ്യുന്നു. കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ
കേരള രാഷ്ട്രീയത്തിലെ അഴിമതിയുടെ പര്യായമായി വരും കാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ പാവപ്പെട്ടവന്റെ കണ്ണീരിൽ ലാഭം കൊയ്തവർക്ക് മാപ്പില്ല എന്ന് കേരളം പ്രഖ്യാപിക്കുന്ന കാഴ്ചയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നാം കാണാൻ പോകുകയെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പോരാട്ടം ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. അഴിമതിയുടെ ഓരോ വേരുകളും പിഴുതെറിയുന്നതുവരെ കുഴൽനാടൻ സംഘവും മുന്നോട്ട് തന്നെ നീങ്ങുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അവസാനമായി ഒരു കാര്യം കൂടി, ഈ ശബ്ദരേഖ വെറുമൊരു രാഷ്ട്രീയ ആയുധമല്ല, മറിച്ച് മരിച്ചവർക്കും വീട് നഷ്ടപ്പെട്ടവർക്കും നീതി തേടിയുള്ള ഒരു യാത്രയുടെ തുടക്കം കൂടിയാണെന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞു വെക്കുന്നത്. ഭരണാധികാരികളുടെ കെടികാര്യസ്ഥ ഒരു നാടിനെ എങ്ങനെ നശിപ്പിക്കുന്നുള്ള പാഠപുസ്തകമായി 2018 പ്രളയം മാറുമ്പോൾ അതിൻ്റെ പിന്നിലെ ചരട് വലികൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നത് ഇവിടെ ആശ്വാസകരമായ കാര്യം കൂടിയാണ്. കുഴൽനാടൻ്റെ ഈ നിലപാട് വരാനിരിക്കുന്ന തലമുറക്കും ഒരു മാതൃകയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറഞ്ഞു വെക്കുന്നത്. ഇതിൽ സത്യമുണ്ടെങ്കിൽ, ഈ പുറത്തു വന്ന ഓഡിയോയിൽ സത്യമുണ്ട് എങ്കിൽ അത് കൃത്യമായി നിയമത്തിന് മുന്നിൽ, ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടുക തന്നെ വേണം. അതിൽ ആരെങ്കിലും വീഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏത് മന്ത്രിമാരായിരുന്നാലും അവർക്കെതിരെ തക്കതായ നടപടിയെടുക്കണം തന്നെയാണ് ജനങ്ങൾ ഓരോരുത്തരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ ഈ വെളിപ്പെടുത്തലൂടെ കേരളം ഒരു പുതിയ രാഷ്ട്രീയ പോരാട്ടത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. മാത്യു കുഴൽനാടൻ നേതാവ് ഉയർത്തുന്ന പ്രസക്തിയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പിണറായി സർക്കാരിന് ഇനി അധികകാലം ഒളിച്ചോടാൻ കഴിയുകയുമില്ല. ഓരോ തെളിവും ഓരോ കുറ്റപത്രം കൂടിയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഈ ശബ്ദരേഖ മതിയാകുമെന്നാണ് UDF അനുകൂലികൾ പറഞ്ഞു വെക്കുന്നത്. അഴിമതിയുടെയും കൊള്ളയുടെയും കോട്ടകൾ തകരുന്ന കാഴ്ചകൾ നമുക്കിനി ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് കുഴൽനാടൻ അടക്കമുള്ളവർ പറയുന്നത്. കുഴൽനാടൻ കൊളുത്തിയ ഈ കനൽ കേരളം മുഴുവൻ ഒരു കാട്ടുതീ പോലെ പടരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സന്നിധമായിരിക്കുന്ന ഈ ഏറ്റവും അടുത്ത നിമിഷത്തിൽ ഈ പോരാട്ടത്തിലെ സത്യം മാത്രമേ വിജയിക്കുമെന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞു വെക്കുന്നത്. വഞ്ചിക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതികാരം കൂടിയാണ് ഇനി അറിയാൻ പോകുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിന് കാരണക്കാരായ ഓരോരുത്തരും നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്നും ചരിത്രം അവരെ ക്രൂരന്മാരായ ഭരണാധികാരികളെ രേഖപ്പെടുത്തുമെന്നും മാത്യു കുഴൽനാടൻ്റെ ഈ ഇടപെടൽ കേരള രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ ഒരു വലിയ ചലനമുണ്ടാക്കുമെന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ UDF ക്യാമ്പും വലിയ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്.